ഞങ്ങളിങ്ങനെ ടേക്ക് ഓഫിനെ പറ്റിയൊക്കെ സംസാരിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. ടേക്ക് ഓഫിന് എങ്ങനെ ഇൻട്രോ കൊടുക്കാന്നൊക്കെ വിചാരിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര സൂപ്പർബായിട്ടൊരു ഇൻട്രോ ഒക്കെ തന്നു. ടേക്ക് ഓഫ് ലാൻഡ് ചെയ്യാൻ പോവാണ് നാളത്തെ ദിവസം. എങ്ങനെ ലാൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്തു, ടേക്ക് ഓഫിന് ഒന്ന് ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഓൺ എയർ സ്റ്റുഡിയോയിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് പാർവതി. ഹായ് പാർവതി. ഹായ്. ഇതെന്താണ്, എന്തൊക്കെയാ വിശേഷം? കുറെ നാളായി. ഞാൻ തന്നെ എന്നെ തന്നെ കണ്ടു കുറെ കാലമായി. ഇല്ല, ഷൂട്ടിംഗിലായിരുന്നു, ഓട്ടമായിരുന്നു, ചാട്ടമായിരുന്നു. ലാസ്റ്റ് ടൈം കണ്ടപ്പോ മോട്ടോഷിയായിരുന്നു. ഇപ്പൊ മുടിയൊക്കെ വന്നു. സാഡ്ലി വലിയൊരു മുത്തശ്ശൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഗോഗിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് മൈ വേ ഓഫ് ഹൈഡിങ്. എനിക്ക് കണ്ണട വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്രെയിംസിലൂടെ ലോകം കാണുന്ന പോലെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഈ സംഭവം ഇവിടെ സൈഡിലുള്ള പാനലൊക്കെ ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് ആൾക്കാർ നോക്കുകയാണെങ്കിലും ഐ ഫീൽ പ്രൊട്ടക്റ്റഡ് സോർട്ട് ഓഫ്. കണ്ണട ഇല്ലെങ്കിൽ ഐ ഫീൽ ലൈക്ക് എന്നെ ശരിക്കും കാണാം. എന്നെ ശരിക്കും കാണാം കണ്ണട വെച്ചാലും. പക്ഷെ ഐ ഫീൽ ബെറ്റർ വെൻ ഐ എം എ ലിറ്റിൽ ഹിഡ് ഫ്രം എവ്രി വൺ. ഭയങ്കര ഫിലോസഫി അല്ലേ? ഭയങ്കര ഫിലോസഫിയാണ്. നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ടൈം ശേഷം സ്ക്രീനിൽ ടേക്ക് ഓഫിനെ പറ്റി കുറച്ച് പറയാം. കംപ്ലീറ്റ് ഫിലോസഫി. അതെ, ഫിലോസഫി ഓഫ് ലൈഫ്. അല്ല പക്ഷെ കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്റെ ആരെങ്കിലും ഇത്ര വലിയ ഗ്ലാസിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് പറയാലോ. നിമിഷിന്റെ ക്ലാസ്സസിലും ബാക്ക് ഇവിടുത്തെ പാനൽ ഇതാ. അപ്പൊ അമ്മ പറയും നിന്റെ മുഖം കാണാനില്ലല്ലോ, എന്താണ് ഇത്? ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ പരിചയപ്പെട്ടപ്പോ അവര് പറഞ്ഞത് ഞാൻ ഇങ്ങനെ വലിയ ഗ്ലാസ് വെക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുണീക്ക് ആയിട്ടൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. ഐ തിങ്ക് എവറിബഡി ഈസ് യുണീക്ക് എനിവേ. ഐ മീൻ അവർക്ക് തന്നെ സ്വന്തം ഓരോരുത്തർക്കും അവരവരുടെ വട്ടുണ്ട്. അത് ഇനിയിപ്പം അവർ എത്ര ശ്രമിച്ചാലും വി കാൺ ബി ലൈക്ക് എവറിബഡി. പവർ ഗ്ലാസ് ആണ്, കണ്ണ് കാണില്ല, അതാണ് അതിന്റെ സത്യം. അപ്പൊ അവരിങ്ങനെ കൂടിക്കൊണ്ടേയും ആസ് ഐ എം ഗോയിങ്. ബട്ട് യാ, ഐ എം വെയറിങ്. എനിക്ക് പക്ഷേ ഗ്ലാസസ് ഇഷ്ടമാണ്. എല്ലാവരും ലേസർ എന്ന് പറയുമ്പോൾ ഐ എം ഫൈൻ വിത്ത് ദിസ്, താങ്ക് യു വെരി മച്ച്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ലെൻസ് യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ലെൻസ് ഇല്ലാതെയും ഐ ക്യാൻ ആക്ട് വിത്തൗട്ട് ഇറ്റ് ഓൾസോ. പക്ഷേ ദിസ് ഇസ് മൈ വേ ഓഫ് കമ്മിങ് ബാക്ക് ടു ഹു ഐ ആം. സോ ദാറ്റ്സ് വെരി. ടേക്ക് ഓഫിൽ ലെൻസ് വെക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? ടേക്ക് ഓഫിൽ ലെൻസ് വെക്കാതെയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ചില ക്ലോസ് അപ്പ് ഷോട്ട്സ് ആൻഡ് എവറിത്തിങ് ചിലപ്പോൾ നമുക്ക് ലെൻസ് കാണാൻ പറ്റും. യു ക്യാൻ സീ ദ ലിറ്റിൽ ലൈൻ അറൗണ്ട്. സോ ദർ ആർ ടൈംസ് ഐ ട്രൈ നോട്ട് ഡൂയിങ് ദാറ്റ്. പക്ഷെ ദെൻ ഇറ്റ്സ് ഹാർഡ് ബിക്കോസ് കണ്ണ് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി സാനു വർഗീസ്, നമ്മുടെ ക്യാമറാമാൻ, he'll be like this, ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മി ഇങ്ങനെ നോക്കിക്കൊണ്ട് ലൈക്ക് യു ഹാവൻറ്റ് വോൺ ലെൻസസ് ടുഡേ. ഐ ആം ലൈക്ക് എല്ലാ ദിവസവും എൻ്റെ ഒരു ചാലഞ്ച് വിത്ത് സാനു വാസ് to make sure that he doesn't recognize I haven't worn lens. അത് ഭയങ്കര പാടാണ്. കണ്ണ് ശരിക്കും കാണാത്ത ഒരാൾക്ക് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് കാണണമെങ്കിൽ ദാറ്റ് മീൻസ് എ ലോട്ട് ഓഫ് കാലിബ്രേഷൻ. കണ്ണിന്റെ ലെൻസസും ഭയങ്കര സയൻസ് ആണ് അതിനെപ്പറ്റി. അതെ. എന്തായാലും പാർവതി ശേഷം സ്ക്രീനിൽ ഇരിക്കുമ്പോൾ നമുക്കധികം സംസാരിക്കേണ്ടി വരില്ല. ഒരു ലക്കും ഫോക്കസും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്നാ പാർവതിയുടെ വായ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. SSLCയുടെ ഒക്കെ ഒരു സീസൺ ആണ് ഇപ്പോ, അല്ലെ? പരീക്ഷയുടെ ഒക്കെ ഒരു ടൈമാണ്. അപ്പൊ ഏതായാലും ടേക്ക് ഓഫ് എന്നൊക്കെ പറയുമ്പോ നഴ്സായിട്ടാണ് അഭിനയിക്കുന്നത്. SLC ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നഴ്സിംഗിലേക്കൊക്കെ പോണത്. എനിക്ക് തോന്നുന്നത് സമീർ ഒരു പ്രത്യേക ഒരു ചൈൽഡ് പ്രോഡിജി ആയതുകൊണ്ട് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ നഴ്സിംഗിലേക്ക് കയറി എന്നുള്ളതാണ്. പാർവതിയിലേക്ക് വരെ പാർവതി ആരാണ്? പാർവതിക്ക് റെലവൻസ് ഇല്ലല്ലോ. SSLCക്ക് എത്ര സത്യം പറയട്ടെ, എനിക്ക് ഓർമ്മയില്ല. സത്യം പറയാലോ, സ്കൂളിൽ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ചെറിയ മോശമായിട്ടുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു നൈറ്റ് മെയർ കഴിഞ്ഞു എന്നുള്ളത്, ഇല്ല അത് കഴിഞ്ഞില്ല, ലൈക്ക് അത് ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക്. നല്ല ഐഡിയ കേട്ടോ. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ 10th മാർക്ക് എത്രയും ചോദിക്കുമ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. റിമെമ്പർ, ഐ നോ ദാറ്റ് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി നോട്ട് 60% എവിടെയോ ആയിരുന്നു. ഡെഫിനറ്റ്ലി 77-8 നമ്പേഴ്സ് ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ഒരു നൈറ്റ് മെയർ തന്നെ ആയിരിക്കും. രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് സ്കൂൾ മേ ബി വാട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് വാസ് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ സംഭവമാണ്. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് കയറണ്ട. പക്ഷേ ദിസ് ഹോൾ തിങ് ഓഫ് നീഡിങ് ടു ആ സമയത്ത് എസ്പെഷ്യലി ഈ എൻട്രൻസ് എക്സാമിനേഷൻ അതിൻ്റെ ഒരു ഫോഴ്സ്ഫുൾ നേച്ചർ കൂടുതലായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ 2 മാസം എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ കയ്യിലൂടെ ഒക്കെ ബ്ലഡൊക്കെ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്ന പോലെയാണ്. ഐ വാസ് ലൈക്ക് എനിക്ക് പറ്റാത്ത കാര്യം, എനിക്കില്ലാത്ത ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ ഫോഴ്സ് ചെയ്യാൻ. ഭാഗ്യത്തിന് അച്ഛനും അമ്മയും അത് ബെസ്റ്റ് അച്ഛനമ്മ ഇൻ ദ വേൾഡ്. സോ എന്നെ കൊണ്ട് കൂടിയാൽ കൂടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അതോടെ നിർത്തി. ആൻഡ് ദെൻ
then I went to my happy place, which is English literature. സയൻസിനോട് എനിക്ക് നല്ല താല്പര്യമാണ്. ഐ ലൈക്ക് നോയിങ് തിങ്സ്. ഇപ്പോൾ ഒരു ഫിസിസിസ്റ്റ് ഇരുന്നിട്ട് എന്നോട് കാര്യം പറയുകയാണെങ്കിൽ ആണോ എന്നൊക്കെ പറയാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ അത് പഠിച്ചതിനെപ്പറ്റി എക്സാം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ലൈക്ക് ഡൂഡ്, ഐ എം നോട്ട് ഈവൻ ഇൻട്രസ്റ്റഡ്, then why are you asking me? So I think that is the reason. But I thoroughly enjoyed school. Other than that, ഒരു ഫോഴ്സ്ഫുൾ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഒഴിച്ചാൽ ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ ഇപ്പം എനിക്ക് പഠിക്കാൻ ആഗ്രഹമാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ബാക്ക് ടു കോളേജ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ടേക്കിംഗ് കോഴ്സസ് ഓൺലൈൻ ആൻഡ് സ്റ്റഡിങ്. അപ്പം പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്ത് പഠിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി, നമുക്ക് ഇനി ടേക്ക് ഓഫിലേക്ക് പോയാലോ? യെസ് പ്ലീസ്, ലെറ്റ്സ് ടേക്ക് ഓഫ് ടു ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു റിയൽ ട്രൂ സ്റ്റോറിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എസ്പെഷ്യലി 2014 നമ്മളെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതേ ഇറാഖിലുള്ള ഈ നഴ്സുമാരെ എങ്ങനെ രക്ഷപ്പെടുമോ. ഒരുപാട് പേര് ആ ഒരു സ്റ്റോറിയിൽ നിന്ന് അതൊരു സിനിമയായിട്ട് വന്നപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു അത് ഉൾക്കൊണ്ടത്? നോർമലി ഞാൻ കേട്ടിട്ടുണ്ട് പാർവതി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ വേണ്ടി ഒരുപാട് അതെ ഒരുപാട് എന്നെ എല്ലാവരും എവരിബഡി മേക്സ് ഫൺ ഓഫ് മീ കോളിംഗ് മീ മെത്തേഡ് ആക്ടർ. പക്ഷേ ഐ ഡോണ്ട് നോ, എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല എന്താ മെത്തേഡ് ആക്ടർ എന്ന്. ബിക്കോസ് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അഭിനയിക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ. ബിക്കോസ് യുനോ നമുക്കൊരു പെയിൻ ഉണ്ടാവും, ഹേർട്ട് ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് അത് ആലോചിച്ചിട്ട് ക്യാരക്ടർ കരയുന്ന സമയത്ത് കരയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ വേഴ്സ്റ്റ് തിങ്. നമ്മൾ ഓൾറെഡി വി ആർ ലൈങ്. പക്ഷെ അതിലൊരു സത്യസന്ധത ഉണ്ടാവില്ല. നമുക്ക് കാണാനും പറ്റും. പിന്നെ ഞാൻ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ആയിരിക്കും കരയുന്നത്, ഒരേപോലെ ആയിരിക്കും ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ്. ബട്ട് ഫോർ മീ സമീര സ്റ്റാർട്ടഡ് ബിക്കോസ് മഹേഷ് ആദ്യം ഒരു സമീരയെ പറ്റിയിട്ടുള്ളൊരു കഥയായിരുന്നു പറഞ്ഞു. ഒരു സ്ത്രീയുടെ കഥ, ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞു എന്നോട്. അതേ ത്രെഡ് ഇപ്പോഴും ഈ സിനിമയിലുണ്ട്, സെയിം ത്രെഡ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലം ക്രിയേറ്റും കൂടെ ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് ബിക്കെയിം എ ബിഗർ മൂവി. ആൻഡ് എങ്ങനെയാണെന്നറിയില്ല, ഐ എം സോ ഹാപ്പി ദാറ്റ് മഹേഷ് ഫൗണ്ട് ഇങ്ങനെ ഒരു പ്രമേയം, അതായത് നടന്ന ഒരു കാര്യം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സമീരയുടെ കഥയെ അങ്ങ് പ്ലേസ് ചെയ്തപ്പം ഇറ്റ് ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് അങ്ങനെ തന്നെ ആയിരിക്കണമായിരുന്നു ആദ്യം തന്നെ. ഐ മീൻ അതിനെ വെറുതെ വേറൊരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹവ് നോട്ട് പ്രോബബ്ലി ഹാഡ് എ കണക്ഷൻ വിത്ത് ദി ഓഡിയൻസ്. സമീര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എവ്രിബഡി, എ ലോട്ട് ഓഫ് വർക്കിംഗ് വിമൻ. അവർക്ക് ചിന്തിക്കാൻ സമയമില്ല അവർ എത്ര ബുദ്ധിമുട്ടിലാണെന്നുള്ളത്. അത്രയും ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. സോ ഓൾ ദേ നീഡ് ടു ഡു ഇസ്, എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും, ഹു ഹാവ് ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് 6 മണിക്ക് ട്യൂഷൻ എടുക്കണം 5 പേർക്ക്, പിന്നെ ഗോ ടു വർക്ക് ആൻഡ് ദെൻ കം ബാക്ക് ആൻഡ് ടേക്ക് അനദർ ട്യൂഷൻ ആൻഡ് ദെൻ ഗോ ഫോർ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് എടുക്കാൻ പോകുന്നു മറ്റുള്ള കുട്ടികൾക്ക്. സോ ദാറ്റ് ദേ ക്യാൻ എവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കുക. സോ ദാറ്റ് ലോൺ അടയ്ക്കണം, വീട്ടിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ വാക്സിനേഷൻ, അവരുടെ ഇൻഷുറൻസ്. ആൻഡ് ദീസ് ആർ തിങ്സ് ഐ ഓണസ്റ്റ്ലി ഡോണ്ട് നോ. ഞാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ ക്രിബ് ചെയ്യാൻ തുടങ്ങുമ്പം ഗുഡ് തിങ് ഇസ് ദാറ്റ് ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പം ഐ വുഡ് റാദർ ഗെറ്റ് ലൈക്ക് എ നോക്ക് ഓൺ ദ ഹെഡ്, ലൈക്ക് ഓക്കെ ഡോണ്ട് കംപ്ലെയിൻ പാർവതി, യു നോ യു ആർ റിയലി ഓക്കെ, സോ ജസ്റ്റ് ഷട്ട് അപ്പ്. സോ ടേക്ക് ഓഫ് വാസ് എ ഐ ഓപ്പണർ ലൈക്ക് ദാറ്റ് ഫോർ മീ. പക്ഷെ അത് അഭിനയിക്കുമ്പോഴൊന്നും അല്ല കേട്ടോ അത് ഓർക്കുന്നത്. അഭിനയിക്കുമ്പോൾ എല്ലാ ദിവസവും അയ്യോ പാവം സമീറ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് യു ആർ സമീറ, യു ആർ നോട്ട് ഫീലിംഗ് സോറി ഫോർ യുവർ സെൽഫ്. എസ്പെഷ്യലി നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പം യു ആർ നോട്ട് ബിസി സിറ്റിംഗ് ദെയർ ആൻഡ് പ്ലേയിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിത്ത് വയലിൻ. യു ആർ ബിസി ടാക്ലിംഗ് ദ പ്രോബ്ലം. ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ ഇറ്റ്സ് ഓവർ ലൈക്ക് അയ്യോ അന്ന് എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ സമയം കിട്ടി. സോ ഫോർ മീ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഇറ്റ് വാസ് ജസ്റ്റ് പെർഫോമൻസ്. ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും, അങ്ങനത്തെ സീൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. താങ്ക്ഫുള്ളി നോ, പക്ഷെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, വൂണ്ട് ഡ്രസ്സിംഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഗുഡ് തിങ് ഇസ് ദാറ്റ് ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സ്ത്രീകൾക്ക് മാത്രമേ എന്നെ മനസ്സിലായുള്ളൂ ആ സമയത്ത്. ഓക്കെ, അത് നമ്മുടെ സാധാരണ വരുന്ന നഴ്സസിന്റെ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന കുട്ടിയല്ലല്ലോ, പാത്തമാരിയല്ല. പക്ഷേ യൂണിഫോം ഐ വാസ് ഇൻ എ നോർമൽ ചുരിദാർ. നമ്മൾ അവരൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ നോർമൽ ചുരിദാർ. സോ ഞാനും എൻ്റെ കൂടെ അവരെല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കുമല്ലോ, ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാൽ അപ്പുറത്തെ ഷിഫ്റ്റിലേക്ക് പോകുമ്പോൾ. സോ അങ്ങനത്തെ ചില ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. അവർ ലെഡ്ജർ ബുക്കിൽ എന്താണ് എഴുതുക, അവർ എന്തൊക്കെയാണ് അടുത്ത ഷിഫ്റ്റിന് വരുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്. ദീസ് ആർ തിങ്സ് വി നീഡഡ് ബിക്കോസ് സ്ക്രിപ്റ്റിൽ അത് ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ഷോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം അതിനെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ആ സംസാരങ്ങളും കൂടെ നമ്മളുള്ള ഡയലോഗ്സിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ടി വരും. സോ വി നീഡ് ടു നോ ഓൾ ദോസ് ഇൻഫർമേഷൻ. സോ അത് അങ്ങനെ കുറേ നഴ്സുമാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നഴ്സുമാർ അടുത്തോട്ട് നമുക്ക് അവരെപ്പോഴും പറയുന്ന കുറച്ച് വേർഡ്സ് ഈ ഐ വി എന്നൊക്കെ പറയും, ഇൻജക്ഷനിൽ ഐ വി, അതൊക്കെ എന്താണെന്നറിയോ ഈ ഐ വി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഐ നോ ദാറ്റ് ഇറ്റ്സ് ഇൻട്രാവീനസ് ലൈക്ക് യു നോ ഇൻജക്ഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ചോദിക്കാന്ന് വെച്ചാൽ ORS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ.
പഠിച്ചിട്ടാ പോയിരിക്കണേ. പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. I am surprised. I'm shocked with my own knowledge. Oh my god. വെരി ഗുഡ് വെരി So, ഗുഡ്. yeah. ഇനി ബൈ ദ വേ ഈ ഒരു മൂവിയിൽ ഇപ്പോൾ പുതിയൊരു ഡയറക്ടറാണ്, പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഇതുവരെ ഉള്ള ഒരു കംഫർട്ട് സോൺ ഉണ്ടോ, അതോ ലൈക്ക് ഞാനും മഹേഷും ഭയങ്കര തറയാണ്. നമ്മളൊക്കെ വി ഗോ വേ ബാക്ക്. സോ വി ആർ ബേസിക്കലി ഫ്രണ്ട്സ് ഫസ്റ്റ് ആൻഡ് ദെൻ ഹീസ് എൻ എഡിറ്റർ ആൻഡ് ഹീസ് എഡിറ്റഡ് മൈ ഫിലിംസ് ഓൾസോ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടി എന്ന നിലയിൽ ദർ ആർ 2 people വി നെവർ സ്പീക്ക് അബൌട്ട്. നമ്മളെപ്പോഴും ഡയറക്ടറെ പറ്റി പറയും, റൈറ്ററിനെ പറ്റി പറയും, പ്രൊഡ്യൂസറിനെ പറ്റി പറയും, കോ ആക്ടേഴ്സിനെ പറ്റി പറയും. ബട്ട് ദർ ആർ 2 people who really help us actors. One is the focus puller. നമ്മൾ ക്യാമറയുടെ കൂടെ നിന്നിട്ടുള്ള ഫോക്കസ് പുള്ളർ ഇസ് ലൈക്ക് ഗോഡ് ഫോർ മീ. ബിക്കോസ് നമ്മൾ അഭിനയിക്കുമ്പോൾ ചില സമയത്ത് ഒരുപാട് മൂവ്മെൻ്റ് ഉള്ളതുണ്ടാവും. അതിൽ ഒരു പ്രാവശ്യം അപ്പം നമ്മൾ ഒരുപാട് ഇമോഷൻ കൊടുത്ത് അഭിനയിക്കുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് വെരി ടയറിങ് വൺസ് യു ഡു ദാറ്റ്. ആ സമയത്ത് ഫോക്കസ് കറക്റ്റായിട്ട് അവർ ക്യാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു റീഡു ഇറ്റ് അഗൈൻ. സോ ഐ എം വെരി ഇൻഡെറ്റഡ് ടു ഫോക്കസ് പുള്ളേഴ്സ്. എവറി ടൈം ഒരു റണ്ണിങ് ഷോട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെൻ്റ് ഉള്ള ഷോട്ട് ഉണ്ടെങ്കിലോ, once the thing is done, I really go and say thank you Raju bhaiya, or little be Basha and angantha aalkarundu. They are all unsung heroes of filmmaking, especially for actors. Second is the editor. And the most important also, because they have to also have an eye. അവർ ഞാൻ എടുത്ത 14 ടേക്ക് ഉണ്ടെങ്കിൽ ആ 14 ടേക്കിൽ ഞാൻ 14 വ്യത്യസ്തമായിട്ടുള്ളൊരു ആ ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു ഫീലിംഗ് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാന്നൊക്കെ എഡിറ്റർ ചെയ്യണം. സോ മഹേഷ് ഫോർ മീ വാസ് ദാറ്റ്. എന്നെ മൊയ്തീൻ ഹി ഡിഡ്. സോ ഞാൻ മഹേഷിനെ അങ്ങനെ ഒരുപാട് ഇരുന്ന് മീറ്റ് ചെയ്ത് ആസ് എൻ എഡിറ്റർ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിലും വി ഹാഡ് എ ബോണ്ട് ഓഫ് എൻ ആക്ടർ എഡിറ്റർ ബിക്കോസ് ഹീ നോസ് ഹൗ ഐ ആക്ട്, ഹീ നോസ് വാട്ട് ഐ ഡു. എഡിറ്റേഴ്സിന് മാത്രമേ നമ്മൾ ടേക്കിന് തൊട്ട് മുമ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ ശരിക്കും പറ്റുള്ളൂ. സോ ആ ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് ഒരു എഡിറ്ററിന് ഒരു ആക്ടറിൻ്റെ മേത്തുണ്ടാവുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മഹേഷ് ഇസ് എ ബ്രില്യൻറ്റ് എഡിറ്റർ ആസ് വി നോ ഫോർ ഷുവർ. പക്ഷേ ആസ് എ ഡയറക്ടർ ഹി വാസ് ഈവൻ മോർ ബ്രില്യൻറ്റ്. അത് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. പക്ഷേ വി യൂസ് ടു ഫൈറ്റ്. ലൈക്ക് മഹേഷും ഞാനും ഒരേപോലത്തെ ഒരേ ലെവൽ ഓഫ് ഇൻസാനിറ്റി വട്ടുള്ള ആൾക്കാരാണ്. സോ ഒരു കാര്യം ഒരു സീനിനെ പറ്റിയിട്ട് വഴക്ക് കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോച്ചനും എല്ലാവരും അവിടെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും. വയൽ നമ്മളൊരു കോർണറിൽ ചെന്നിട്ട് ഭയങ്കര കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് ആനിമേറ്റഡ് ആയിട്ട് വഴക്കൂടെ ഓക്കെ ശരി എന്നാൽ ടേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ദർ ആർ ടൈംസ് ചാക്കോച്ചൻ ഹാസ് ടു കം ആൻഡ് സേ അല്ല ലേറ്റ് ആവുന്നുണ്ട് നമുക്ക് ടേക്ക് എടുത്താലോ, നമുക്ക് അവിടെ ചെന്നിട്ട് ഓടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. സോ മഹേഷ് ആൻഡ് ഐ ഹാഡ് എ വെരി ഗുഡ് റാപ്പോ. പാർവതിനെ പറ്റി ചോദിക്കേണ്ടത് കംപ്ലീറ്റ് കുഞ്ചാക്കോന്റെ അടുത്തൊക്കെ ആയിരുന്നു അല്ലേ? ആക്ച്വലി യെസ്. ആൻഡ് ഓൾസോ എൻ്റെ അടുത്ത് കുഞ്ചാക്കോനെ പറ്റിയിട്ടും ചോദിക്കണം. ചാക്കോച്ചൻ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഓഫ് കോഴ്സ് ഈസ് എ ബ്രില്യൻറ്റ് ആക്ടർ ആൻഡ് ഐ ലവ് ഹിം. പക്ഷേ ഇറ്റ്സ് Priya used to come to set with food. Priya food കൊണ്ടുവരും. അതും എനിക്ക് എസ്പെഷ്യലി വീഗൻ ഫുഡ് കൊണ്ടുവരും. സോ കട്ട്ലേറ്റ് എല്ലാവർക്കും ചിക്കനും മട്ടൺ കട്ട്ലേറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇങ്ങനെ പൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ദിവസം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരാൾക്കുള്ള വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആർക്കാ വേണ്ടത്, വീഗൻ കട്ട്ലേറ്റ് നോബഡി വുഡ് ലൈക്ക്. പക്ഷേ ഷീ വുഡ് ബ്രിങ് 16-20 cutlets for me. So എൻ്റെ and then of course നമ്മൾ അത്രയും കഴിക്കുന്നു. Of course എൻ്റെ കപ്പാക്കുട്ടി എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് she would bring that and for me അതായിരിക്കും എൻ്റെ ഡിന്നർ സ്നാക്ക് and everything. So that's one of the best things. അപ്പം കുഞ്ചാക്കോ ബോബനെ പറ്റി അല്ല പറയാനുള്ളത്. ഇറാഖിലേക്ക് പോകാം. ഇറാഖിലായിരുന്നില്ല ഷൂട്ടിംഗ് അല്ലേ? No, Iraq we couldn't. We really did plan and everything. പക്ഷേ ഇറാഖിലായിരുന്നെങ്കിൽ പോകാൻ പേടിയുണ്ടോ? No, not at all. One of the main things about being single and not having issues with having a family and stuff is that you can do things like that. And പക്ഷേ അതും ഒരു ഫാസിനേഷൻ എക്സോട്ടിക്കൽ നിന്നിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. എനിക്ക് ഐ എം വെരി ജഡ്ജ്മെൻറ്റൽ അബൌട്ട് തിങ്സ് വെൻ ഐ സേ തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ ഐ വുഡ് ലവ് ടു ഗോ ദാറ്റ്. പോകാനുള്ള സമയം എത്തുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും ജീവന് പേടിയുണ്ടെങ്കിൽ വി വുഡൻറ്റ് പുട്ട് അവർ സെൽസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. നമ്മളൊരു വളരെ വലിയ ഡിസ്റ്റൻസിലാണ് സിറിയയിലും അവിടെ ഇതൊക്കെ നടക്കുന്ന എന്താണെന്ന് കാണുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് സംതിങ് വി ഷുഡ് ബി ജോക്കിംഗ് അബൌട്ട്. പക്ഷേ ഇറാഖിൽ വി കുഡൻറ്റ് ഗോ. പക്ഷേ മഹേഷും സാനുവിനും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് ഹവ് ഗോൺ and they tried their best to go. പക്ഷേ the situation was so bad that of course they have families. I don't think അവരുടെ ലൈഫ് ഒരു റിസ്കിലിടുന്നത് was not a good idea. പക്ഷേ they did recreate Iraq the best way possible. എവിടെയായിരുന്നു? Oh, well, I'm not going to say that because there are areas in India we shot and right outside of India. Ras Al Khaimah we shot. പക്ഷേ the way we shot there are several interiors നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എക്സാക്ട്ലി ഇറാഖ് ആണെന്ന് തോന്നുന്ന പോലെ സന്തോഷ് രാമൻ റീക്രിയേറ്റഡ് ഇറ്റ്. കൊച്ചിയിൽ വി പുട്ട് എ സെറ്റ് ആൻഡ് ദാറ്റ് സെറ്റ്
എനിക്ക് will not തോന്നുന്നു even feel. അത് അതിന്റെ ഒരു ഫീല് കളയും തോന്നുന്നു അത് പറഞ്ഞാലല്ലേ. ഐ നോ, അല്ല ഞാൻ ഏത് സെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൊച്ചിയിൽ നമ്മളിട്ട സെറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 o'clock I enter the set and till like midnight I'm in the set. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഡിസോറിയന്റേഷൻ ആയിരുന്നു, ബിക്കോസ് ഇൻസൈഡ് യു റിയലി ഫീൽ ലൈക്ക് ഇറ്റ്സ് ഇറാഖ്, ബിക്കോസ് എവറിഥിങ് ഇൻക്ലൂഡിങ് ദ മിലിറ്റൻസ് ആൻഡ് അങ്ങനത്തെ ആൾക്കാരും എല്ലാവരും സ്പീക്കിംഗ് അറബിക്കും അതും കാര്യങ്ങളൊക്കെ. ആൻഡ് വൺസ് യു ഗെറ്റ് ഔട്ട് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ചേട്ടന്മാർ ഓട്ടോയിൽ. And you really could feel that difference because full day to day, I know it's a movie shoot and everything, ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഒരു മേക്ക് ബിലീവ് ആണല്ലോ. ആൻഡ് ഐ തിങ്ക് സന്തോഷ്, സാനു ആൻഡ് മഹേഷ് വർക്ക്ഡ് ദ ബെസ്റ്റ് വേ. പിന്നെ ഒരുപാട് സ്ഫോടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡ് ഷെഡും കാര്യങ്ങളും വളരെ ഗോറി ആയിട്ടുള്ള ഫിലിമേ അല്ല, അങ്ങനത്തെ ഒരു സെൻസിബിലിറ്റി അല്ല, പക്ഷേ ഇറ്റ് വാസ് വെരി സ്കാരിങ് ടു ബി ഇൻ ദാറ്റ് സ്പേസ്. ഓക്കെ, ഈ സിനിമയിലാണെങ്കിൽ നമുക്ക് കുഞ്ചാക്കോനെ കാണാം, ഫഹദിനെ കാണാം, ആസിഫ് അലി വരുന്നുണ്ട് ഒരു ക്യാമിയോ റോളിൽ. ഇങ്ങനെ മൾട്ടി സ്റ്റാർ ഒരു മൂവിയാണ്. ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ ഫോർ മീ. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ചാക്കോച്ചൻ്റെ കൂടെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സീൻസ് ഉണ്ടായിരുന്നത്. ആൻഡ് യു വോണ്ട് ബിലീവ് ഇറ്റ്, ഞാൻ ആദ്യം മീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, അനിയത്തിപ്രാവൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അന്ന് വിഷ് ചെയ്തതായിരുന്നു എപ്പോഴെങ്കിലും ചാക്കച്ചോട്ടനോട് കൂടെ അഭിനയിക്കണം എന്ന്. ആൻഡ് ഐ റിമെമ്പർ ഇറ്റ് വാസ് ഇൻ എ വെരി വൺ ഓഫ് ദിസ് വെരി ഇൻറ്റിമേറ്റ് സീൻസ് ഐ ഹാഡ് വിത്ത് ഹിം ദാറ്റ് ഐ വാസ് ലൈക്ക്, പെട്ടെന്ന് അപ്പോഴാണ് എനിക്ക് കത്തുന്നത്, അതുവരെ എനിക്ക് കത്തിയില്ല, പക്ഷേ ഇറ്റ് വാസ് എൻ ഇൻറ്റിമേറ്റ് സീൻ ബിറ്റ്വീൻ മീ ആൻഡ് ഹിം ആൻഡ് വി ആർ ക്ലോസ് ടുഗദർ. ലൈക്ക് Chakocha, this was a dream come true for me. Love only. ഇതായിരുന്നു അല്ല, love and love only. Yeah. And I was like, and then he started laughing because for him it's very embarrassing suddenly. അനിയത്തിപ്രാവിന്റെ സമയത്ത് പാർവതി ഇത്രയും വയസ്സിലായിരുന്നല്ലോ. I was like, yeah, uncle, yes. So we used to do that. I mean, I used to pull his legs a lot like that. പക്ഷെ then ആസിഫിന്റെ കൂടെ എനിക്ക് ലിമിറ്റഡ് ആണെങ്കിലും it was very interesting working with him. കാര്യം ആസിഫിന് ഒരു പെർട്ടിക്കുലർ ഒരു ഹണി ബീയിഷ് ആ ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ആൻഡ് കൺഗ്രാറ്റ്സ് ആസിഫ് ഫോർ ദ മൂവി റിലീസ്. പക്ഷേ ഹീ കെയിം ഇൻ ആൻഡ് ഹി വാസ് ദ ക്യാരക്ടർ, ഹി വാസ് സോ ഓപ്പൺ. ആൻഡ് ഞാൻ ആ ഒരു ലെവലിലൊരു മെച്യോറിറ്റി ഉള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വളരെ റിയലിസ്റ്റിക് അഭിനയം ഞാൻ ആസിഫിൽ നിന്ന് കണ്ടിട്ടില്ല അതിന് മുമ്പ്. വി ഹാവൻ സീൻ മച്ച് ഓഫ് ഹിം ലൈക്ക് ദാറ്റ്. പിന്നെ ഓഫ് കോഴ്സ് ഫഹദ്, എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് വാസ് വിത്ത് ഫഹദ്. ആൻഡ് അതും ഒരു സീനേ ഉള്ളൂ ബേസിക്കലി ബിറ്റ്വീൻ മീ ആൻഡ് ഹിം, വിച്ച് ഇസ് ഒരുപാട് സീൻസ് ഉണ്ട്, വി ആർ ടുഗെദർ ഇൻ ഇറ്റ്. പക്ഷേ ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ ഹെവിയും ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻ ഫഹദിൻ്റെ കൂടെയായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡേ ഓഫ് ഷൂട്ട്. ആൻഡ് ഐ ഹേറ്റ് മഹേഷ് ഫോർ ഡൂയിങ് ദാറ്റ് ടു മീ. പക്ഷേ ഫഹദ് ഉള്ളത് കൊണ്ട് എനിക്കത് ആദ്യത്തെ ഡേ ഓഫ് ഷൂട്ടാണെന്ന് തോന്നിയില്ല. അലൻസിയാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് സീൻസ്, വിച്ച് വാസ് ഗ്രേറ്റ്. ഹി പ്ലേസ് മൈ ഫാദർ ഇൻ ദ ഫിലിം. സോ ഇവരൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തിൽ കൂടെ വരുന്ന ആൾക്കാരാണ്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ഗോയിങ് ടു ആൻ ആക്ടിങ് സ്കൂൾ ഫോർ മീ. അവിടുന്ന് വന്ന് മറീനയായിട്ട് അത് ആക്ച്വലി മഹേഷായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐ റിയലി ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ബി ഗോയിങ് ആൻഡ് മീറ്റിംഗ് ഹർ ആസ് വെൽ. എനിക്ക് മറീനയായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മഹേഷ്. പക്ഷേ മേ ബി ഒരു പ്രാവശ്യമെങ്കിലും അവരെ മീറ്റ് ചെയ്താൽ. പക്ഷേ ഷീ വാസ് സ്വീറ്റ്, യു സി. നല്ലൊരു ഹോസ്റ്റായിട്ട് സ്ക്വാഷും ഫുഡും എല്ലാം സ്നാക്ക് ടൈമിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത്. പക്ഷേ ഫോർ എ സെക്കൻഡ് അത് ആ ഇഷ്യൂവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തിനെ പറ്റി സംസാരിക്കുമ്പം യു ക്യാൻ സീ കണ്ണിലുള്ള ആ ഭീതി ഇപ്പോഴും. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോഴും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അടുത്ത ദിവസം ഇനി എഴുന്നേക്കോ ഇല്ലയോ എന്ന് അറിയാതെ അങ്ങനെ ഒരു 43 ദിവസം സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ദർ ആർ ടൈംസ് ഉറക്കത്തിന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കും ആ ശബ്ദം കേട്ടിട്ട്. അങ്ങനെ ഒരു മനസ്സിൻ്റെ സൈക്കിയെ അങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മറീനയ്ക്കും ബാക്കി എല്ലാവർക്കും. ആൻഡ് ദ ഫാക്ട് ദാറ്റ് ആ പോയ ഗ്രൂപ്പിൽ നിന്നുള്ള പലവരും പിന്നെയും തിരിച്ചു പോയി. ബിക്കോസ് they have to go back. So imagine deciding to go back to a place where നമ്മൾ ജീവനോട് തിരിച്ചു വരുമോ ഇല്ലയെന്ന് അറിയില്ല. Because we haven't helped. Our government hasn't helped enough. But I hope that will change. Yeah. നമ്മൾ നേഴ്സസിൻ്റെ കാര്യത്തിൽ ആലോചിക്കുമ്പം ഡിപ്ലോമ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് പെർട്ടിക്കുലർ ഇതുണ്ടാവും, ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ബീങ് എ നേഴ്സ്. പക്ഷേ ചില സമയത്ത് അത് വാലിഡ് ആയിരിക്കില്ല. അവർ ചെയ്യുന്ന ഒരു ഡിപ്ലോമ ഇറ്റ്സ് നോട്ട് ഇനഫ് ഫോർ ദം ടു ഗെറ്റ് എ ജോബ്. So for Marina, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും she needs to get more education to get a better job for a better payment. That is what's wrong with, the entire educational system also. We seem to be churning out diplomas and B.Eds and everything. പക്ഷേ ജോലിക്ക് പോകുമ്പോൾ അവർ പറയുമില്ല ഇത് മാത്രം പോരാ, we need more. എല്ലാവരുടെയും സിസ്റ്റം സിങ്ക്രണൈസ് ആകണം. Yeah, so they think that ഇത്രയും പൈസ ലോണിന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ജപ്തിക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും and then they are told that we don't have work for you and they have to go to Iraq അങ്ങനെയാണെങ്കിൽ. So that's what happens. കാത്തിരുന്ന് കിട്ടിയ ചാൻസാണ് ഇറാഖിലെ ഈ ജോലി.